ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ആരെയും മുഷിപ്പിക്കാതെ രണ്ടുപേരുടെയും കൂടെ നിൽക്കാനാ ഞാൻ അഷിയോട് പറഞ്ഞത്. നാത്തും പറഞ്ഞത് അതിന്റെ ശരി. നമുക്ക് രണ്ടുപേരെയും വേണം. ആരെ മുഷിപ്പിച്ചാലും പ്രശ്നമാണ്. അതെ, എന്തായാലും നാളെ അവളിങ്ങ് വരട്ടെ. നമുക്ക് നല്ല രീതിയിൽ ക്ലാസ് കൊടുത്തു വിടാം. നീ വാ. നിന്നെ ദേഷ്യം പിടിപ്പിക്കുന്ന രീതിയിൽ പെരുമാറ്റം ഉണ്ടായാൽ പോലും തൽക്കാലത്തേക്ക് ക്ഷമിക്കണം. അമ്മ പേടിക്കണ്ട, ഞാൻ ശ്രദ്ധിച്ചേ പെരുമാറൂ. പിന്നെ പൂർണിമ ചേച്ചി ഇന്ന് നിൽക്കുന്ന അവസ്ഥയിലേക്ക് വൈകാതെ ഞാൻ എത്തും. അതിനെന്താ വേണ്ടതെന്ന് എനിക്കറിയാം. മിടുക്കി, നീ അമ്മയുടെ മോളാ. ആരോട് എവിടെ എങ്ങനെ പെരുമാറണോന്ന് നിന്നെ ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ല. അമ്മയ്ക്കറിയാലോ, എനിക്കൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് വൈകാതെ ഞാൻ എത്തും. അത് മതി. മോൾ ഏതായാലും സുഖമായിട്ട് പോയി കിടന്നുറങ്ങിക്കോ. നാളെ നീ വരുമ്പോഴേക്കും നിനക്കിഷ്ടമുള്ളതെല്ലാം അമ്മ റെഡിയാക്കി വെച്ചേക്കാം. പിന്നെ അമ്മേ, ഞാൻ അവിടെ ഇല്ലാന്ന് കരുതി ആ ദുർഗയെ വെറുതെ വിടരുത്. നല്ല പണി കൊടുക്കണേ. അതൊക്കെ ഞാനും ഗിരിജ വേണ്ട പോലെ ചെയ്തോളാം. എന്റെ മോൾ ഇന്ദ്രപ്രസ്ഥത്തിൽ റാണിയെപ്പോലെ ജീവിക്കുമ്പോ ദുർഗ ഇവിടെ അടുക്കള കിടന്ന് നരകിപ്പിക്കും ഞാൻ. അത് മതി. ഇപ്പോഴാ മനസ്സിനൊരു സന്തോഷായത്. ശരി മോളെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് അമ്മേ. സഞ്ജയ് അയച്ച ഇമെയില് കിരണിന് ഫോർവേഡ് ചെയ്തേക്കാം. കിരൺ നോക്കുമ്പോൾ എന്തെങ്കിലും പുതിയതായി കിട്ടിയാലോ? ഹലോ, സഞ്ജയ് ഒരു മെയിൽ അയച്ചിരുന്നു. അത് ഞാൻ കിരണിന് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ ഏരിയയും ഒന്ന് ശ്രദ്ധിച്ചു നോക്കണം. നോക്കാം. ഓർഗൻ ട്രാഫിക്കുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഹോസ്പിറ്റൽസ് സർവൈലൻസിൽ വെക്കണമെന്ന് ജോർജ് സാർ നമ്മളോട് പറഞ്ഞിരുന്നു. ഓക്കെ, അതൊന്ന് ഫോളോ അപ്പ് ചെയ്യണം. എന്തെങ്കിലും ലീഡ് ആ വഴിക്ക് കിട്ടുമെന്ന് എന്റെ മനസ്സ് പറയുന്നു. നമുക്ക് നോക്കാം. ഓക്കെ ഓക്കെ. നാളെ നീ സ്കൂളിലൊന്നും പോകണ്ട. ഇവിടെ കുറച്ച് പണിയുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് പൃഥ്വി ആദ്യമായിട്ട് ഇങ്ങോട്ട് വരുന്നത്. ഒന്നിനും ഒരു കുറവും ഉണ്ടാവാൻ പാടില്ല. എന്താ വേണ്ടേന്ന് വെച്ചാ എല്ലാം ഭംഗിയായി ഉണ്ടാക്കണം. ശരി ചെറിയമ്മ. പിന്നെ അഷിയോടുള്ള കുശുമ്പൊന്നും നീ ഭക്ഷണം ഉണ്ടാക്കുന്നതിൽ കാണിക്കരുത്. ആഹാരത്തിന്റെ എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടാവണം. അഷിയോട് എനിക്ക് കുശുമ്പോ? എന്തിനാ വെറുതെ ഇല്ലാത്തത് പറയുന്നത്? ഇല്ലാത്തൊന്നുമല്ല, നിന്റെ മനസ്സ് ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷെ ആ വിഷം ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൽ ചേർക്കരുത്. പണത്തിന്റെയും സൗകര്യത്തിന്റെയും മുമ്പിൽ അവർക്കൊപ്പം എത്താൻ നമുക്ക് സാധിക്കില്ല. പക്ഷെ വിരുന്നൊരുക്കി സൽക്കരിക്കുന്ന കാര്യത്തിൽ പിറകോട്ട് പോവാൻ പാടില്ല. പൃഥ്വിക്കും അഷിക്കും ഇഷ്ടമുള്ള കറികളെല്ലാം ഉണ്ടായിരിക്കണം. അതെ, അഷിക്ക് ഇഷ്ടമുള്ളതൊക്കെ നിനക്കറിയാലോ. അറിയാം. പൃഥ്വിയുടെ കാര്യം ഞാൻ പൂർണിമയോടോ അഷിയോടോ ചോദിച്ചിട്ട് പറയാം. ശരി. പിന്നെ ഞങ്ങൾ ആരും കാണാതെ സ്കൂളിലേക്കാന്ന് പറഞ്ഞ് മുങ്ങാനാണ് നീ നോക്കുന്നതെങ്കിൽ അത് നടക്കില്ല. പിന്നെ ഈ വീട്ടിൽ നീ കാലുകുത്തില്ല. ഇല്ല അപ്പച്ചി, ഞാൻ എല്ലാം ചെയ്തോളാം. ഒന്നിനും ഒരു കുറവും ഉണ്ടാവില്ല. അത് മതി. ഞങ്ങൾ ഈ ജോലി ഏൽപ്പിച്ചു എന്ന് പറഞ്ഞ അമ്മയെ ചെന്നെങ്ങനെ ഇളക്കി വിട്ടാ അറിയാലോ നിനക്കെന്നെ. നാത്തുമാ, അവളെല്ലാം ചെയ്തോളൂ. ഇല്ലെങ്കിൽ ഇവളെ കൊണ്ട് എങ്ങനെ ചെയ്യിപ്പിക്കണമെന്ന് എനിക്കറിയാം. ദുർഗെ, ഈ പച്ചക്കറികളൊക്കെ അരിഞ്ഞ് കറി ഉണ്ടാക്കിയിട്ട് ഈ വീട് മുഴുവൻ ക്ലീൻ ചെയ്തിട്ട് കിടന്നുറങ്ങിയാ മതി.
ശരി. അടുക്കളയിൽ എന്തോ കരിയുന്ന മണം വരുന്നുണ്ടല്ലോ. ഛെ, വേഗം പോയി നോക്കടി. എന്തോ കരിയുന്ന പോലെ. അതേലോ, ഈ നാശത്തിന് ഒരു ശ്രദ്ധയില്ല. അതെ. ഗിരിജെ, അഷിമോള് വിളിച്ചിരുന്നു. ആണോ? എന്നിട്ട് എന്തു പറഞ്ഞു? നമ്മൾ കരുതുന്ന പോലെ അല്ല ഗിരിജെ, അവിടെയും പ്രശ്നങ്ങളുണ്ട്. എന്താ നാത്തൂനെ, എന്താ കാര്യം? അവിടെ ചന്ദ്രമതിയും പൂർണിമയും അത്ര നല്ല ചേർച്ചയിലാണെന്ന് തോന്നുന്നില്ല. ഇന്ന് പൂർണിമ അഷിക്കും പൃഥ്വിക്കും ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള ഡ്രസ്സ് എടുത്തുകൊണ്ട് വന്നത് ചന്ദ്രമതിക്ക് ഇഷ്ടപ്പെട്ടില്ല. പൂർണിമ എന്തിനാ എല്ലാ അധികാരവും പിടിച്ചെടുക്കുന്നത് എന്ന രീതിയിൽ ചന്ദ്രമതി അഷിതയോട് സംസാരിച്ചെന്നാ പറഞ്ഞത്. അല്ലെങ്കിൽ അത് ശരിയാണല്ലോ നാത്തൂനെ. ഈ പൂർണ്ണിമ എന്തിനാ എല്ലാ കാര്യത്തിലും കയറി ഇടപെടുന്നത്? അതെ, എനിക്കും അത് തോന്നി. പക്ഷേ ആദ്യമേ പൂർണിമയെ പിണക്കിയ ശരിയാവില്ല. അതുകൊണ്ട് ആരെയും മുഷിപ്പിക്കാതെ രണ്ടുപേരുടെയും കൂടെ നിൽക്കാനാ ഞാൻ അഷിയോട് പറഞ്ഞത്. നാത്തൂൻ പറഞ്ഞത് എന്റെ ശരി. നമുക്ക് രണ്ടുപേരെയും വേണം. ആരെ മുഷിപ്പിച്ചാലും പ്രശ്നമാണ്. അതെ. എന്തായാലും നാളെ അവളിങ്ങ് വരട്ടെ. നമുക്ക് നല്ല രീതിയിൽ ക്ലാസ് കൊടുത്തു വിടാം. നീ വാ, നമുക്ക് അഷിയുടെ റൂമൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാം. ആ, വാ. ആഹാ. ഏ, എന്താ ഒരു കള്ളത്തരം? എന്തോ ഉണ്ട്. എന്താ? ഏ, എന്താ ഒളിച്ചു വെച്ചിരിക്കുന്നെ? മോളെ കാണിച്ചേ. ഇനി വന്നേ. വാ വാ. ആ. ആഹാ. മോൾ എന്തിനാ ഫോൺ എടുത്തേ? അച്ഛനെ കാണണോ? വേണ്ട മോളെ, അതൊന്നും വേണ്ട, ശരിയാവില്ല. മോളെ വാശി പിടിക്കല്ലേ, അമ്മയ്ക്ക് വിഷമാവും. പറഞ്ഞ മനസ്സിലാക്ക്. ശരി, കരയണ്ട. ഓക്കെ, ഞാൻ വിളിച്ചു തരാം അച്ഛനെ. ഓക്കെ.